ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റിയലി സില്ലി ഹൗസ് വൈഫ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് അത്രയും സന്തോഷമുണ്ട്. ഞങ്ങൾ ഇന്ന് ഇവിടെ അഴിമുഖത്ത് വന്നിരിക്കുകയാണ്. കുറേ ആയി വിചാരിക്കുന്ന അഴിമുഖത്ത് വരണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് അതിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരയാണ്. കടലിലോ അങ്ങനെയൊന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ ഈ ഒരു ഇതന്നെയാണ്. ഇവിടെ വന്ന വിശേഷങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. പിന്നെ ഞങ്ങളെക്കുറിച്ചും എൻ്റെ ഫാമിലി, പിന്നെ ഒരുപാട് നല്ല നല്ല ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മൊത്തത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. പിന്നെ അപ്പോൾ ഞാനെടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ഇനിയും നല്ല സപ്പോർട്ട് തരിക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതലുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ നന്ദുട്ട ഇതാ കണ്ടോ, നന്ദുട്ട അവിടെ ശിൽഷ അമ്മും പൊന്നും പാപ്പൻ്റെ മോളും കൂടി അവിടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ നടക്കുകയാണ്. അപ്പോൾ അവർ വരാത്ത ദേഷ്യത്തിന് നന്ദുട്ടം വിളിക്കാൻ പോയതാട്ടോ. ഇനിയിപ്പോൾ അവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ അവന് കയറണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താ, അപ്പോൾ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ആദ്യം മുതലേ നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ എന്നെയും കൂടി നിങ്ങളെ ഫാമിലിയിൽ കൂട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം ഞങ്ങൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോൾ നേരം വൈകി. അച്ഛൻ ഓട്ടോ ഇട്ട് വരാൻ നേരം വൈകി. അച്ഛന് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓട്ടോക്കാരൻ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. നന്ദുട്ട് നല്ല ത്രില്ലിലാണ്. കുറേ ആയി കടൽ കാണാൻ പോകണം പറയുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ലായിരുന്നു. കാരണം എല്ലാവരും ഒന്ന് റെഡിയായി കിട്ടണ്ടേ. അപ്പോൾ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഇത് നമ്മുടെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണിട്ടത്. ഒരു റോഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ റോഡ് കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ വളരെ അടുത്താണ് വീട് കേട്ടോ. നടക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തും, സ്പീഡിൽ നടക്കുകയാണെങ്കിൽ. പിന്നെ ഇതിപ്പോൾ കൂട്ടായി എത്തിയിട്ടുണ്ട്. കൂട്ടായി നിങ്ങളിപ്പോൾ ഈ കാണുന്നത് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഞാൻ BEd ചെയ്ത കോളേജാണ്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ അവിടെ ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സ്, എന്നെക്കാളും ഒരുപാട് ഇളയവരും മൂത്തവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു കേട്ടോ. കാരണം നമ്മളെക്കാളും പ്രായം കുറഞ്ഞവർ, പിന്നെ അതിലും ഒന്നുകൂടി കൂടിയവർ. അപ്പോൾ 2 ജനറേഷൻസ് എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഡിഫറൻസ് ഇല്ലെങ്കിലും കൂടി നല്ലൊരു എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്തുള്ള ഒരു ഇതന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മീൻസ് ഞാൻ BEd ചെയ്യുന്നത് മോനുണ്ടായതിന് ശേഷമാണ്. നന്ദുട്ടൻ 2 വയസ്സായപ്പോഴാണ് ഞാൻ BEd ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഒരു ഡിഫറൻസ് വന്നു. അപ്പോൾ ചെറിയ കുട്ടികളുടെ ഇടയിൽ പിന്നെയും നമ്മൾ പഠിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ എന്താ, ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അഴിമുഖത്തെത്തിയപ്പോൾ നമ്മൾ അതിൻ്റെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ഞങ്ങൾ 6 പേർക്ക് 60 രൂപ ടിക്കറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ്. പിന്നെ ഇവിടെ വന്നത് കൊറോണയുടെ ടൈമിലാണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്തൊക്കെയാണ് വന്നിട്ടുള്ളത്. ഏട്ടൻ്റെ കൂടെ വന്നിട്ടുള്ളത് ലാസ്റ്റ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ടച്ച് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ കളിക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ നന്ദുട്ടൻ അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കളിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ആദ്യം അവിടേക്ക് പോകണമെന്നായിരുന്നു മൂപ്പർക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആദ്യം കടലൊക്കെ കണ്ട് അവിടേക്ക് ഒന്ന് കളിച്ചിട്ട് വരവിൽ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛൻ ഇവിടെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. പിന്നെ അച്ഛൻ മീൻ, നമ്മളിവിടെ അഴിമുഖമാണല്ലോ, അപ്പം മീൻകാർ വരുന്ന സമയമാണ്. ബോട്ടിൽ മീനൊക്കെ പിടിച്ച് വരുന്ന സമയമാണ്. അപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ നന്നായിട്ട് ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തായാലും പെട്ടെന്ന് ഇരുടാവുമല്ലോ. അപ്പോൾ വരവിൽ ഇവിടെ കയറാം, അവിടെ ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കടലിൻ്റെ അവിടെ ആദ്യം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുട്ടനെ സോപ്പിട്ടിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. അപ്പം ഞാൻ, പൊന്നു, അമ്മു, നന്ദുട്ടൻ, അപ്പം അങ്ങനെ ഞങ്ങൾ 5 പേരുമാണ്.
അങ്ങനെ കടലിൻ്റെ അങ്ങോട്ട് പോണത്. അപ്പോൾ പൊന്നു വന്നത് കഴിഞ്ഞ ദിവസമാണ് പൊന്നു വന്നത് കേട്ടോ. പൊന്നു പഠിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അവൾ നമ്മളെ വീട്ടിലുണ്ടാവില്ല. പൊന്നു ആരാന്നൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. എന്നാലും ഒന്നും കൂടി പറയാം, പൊന്നിൻ്റെ മൂത്ത പാപ്പൻ്റെ മോളാണ്. അപ്പോൾ അവൾ ഇനി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും നമ്മുടെ നന്ദിട്ടൻ. അപ്പൊ എങ്ങനെ കടലിൽ കുളിക്കല്ലേ തല നനയ്ക്കരുത് ട്ടാ. കേറിയതിന്റെ ശേഷം അപ്പോഴത്തേനും ഇവിടെ ഇരുട്ടാവും. എന്താ ചെയ്യാ? അപ്പൊ വെള്ളത്തിൽ കളിക്കണ്ട. അപ്പൊ കടലിൽ തിര കൂടിയോണ്ട് എന്താണ് അങ്ങനെ പറയുന്നത്? ഗുരുവായൂർക്ക് പാലമണി പോയ വരി കടല് കാണാൻ വരുമ്പോ കടലിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറയണ കേട്ടല്ലോ, കടലിൽ നല്ല തിര ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. നന്ദുട്ടനാണെങ്കിലും പറ്റില്ല. നന്ദുട്ടൻ അല്ലെങ്കിൽ നല്ല നനഞ്ഞ് വിളിച്ചിട്ടാണ് കയറാറിട്ട, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നന്ദുട്ടൻ അതും പറ്റിയില്ല. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴോ നന്ദുട്ടന് അതും പറ്റിയില്ല. സത്യത്തിൽ ശരിക്കും സങ്കടം തോന്നിയിട്ട് നന്ദുട്ടന് നടത്തം കാണുമ്പോൾ. കാരണം അവരതൊക്കെ അഴിച്ച് വെക്കുന്നുണ്ട്, ഒക്കെ സെറ്റാക്കുന്നുണ്ട്, എല്ലാം കഴുകി. ബോട്ടിംഗ് ആണ്, ബോട്ട് ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി വെച്ചു. 7:30 ആകുമ്പോഴത്തേക്കും ഇവിടെ ക്ലോസ് ചെയ്യും. അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം നന്ദുട്ടന് ശരിക്കും സങ്കടം വന്നു. എന്നാലും ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഊഞ്ഞാലും പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യാം നമുക്ക്. എന്നാലും പക്ഷേ നന്ദുട്ടന് ഇഷ്ടം കൂടുതലും മറ്റതിലൊക്കെ കയറണം എന്നുള്ളതായിരുന്നു. ബോട്ടിങ്ങും പിന്നെ മറ്റേ സ്ലൈഡ് ഉണ്ടല്ലോ അതിലും ഒക്കെ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നന്ദുട്ടന് പറ്റിയില്ല. പാവം തോന്നിയിട്ടാണ് നന്ദുട്ടൻ നടക്കണ കാണുമ്പോൾ. അപ്പം ഒരു ദിവസം നന്ദുട്ടനെ കൊണ്ട് ഞാൻ വരണം. അപ്പോൾ നന്ദുട്ടൻ ഇവിടെ കിട്ടിയത് കൊണ്ട് നന്ദുട്ടൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അഴിമുഖത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി ആവും. അപ്പോൾ എന്നെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്, എന്തിനാണ് വെറുതെ ടൈം കളയുന്നതെന്നൊക്കെ. അപ്പോൾ പലർക്കും പല പല ഇഷ്ടങ്ങളായിരിക്കും. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇതേപോലെ വീഡിയോസ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ അതിൽ എനിക്ക് കിട്ടുന്ന പുതിയ പുതിയ ഫ്രണ്ട്സ്, അവരുടെ സപ്പോർട്ട്, ഇതൊക്കെ എനിക്ക് വലിയ വലിയ സന്തോഷം തരാറുണ്ട്. അപ്പോൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ, എന്തിനാണ് വെറുതെ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്, വെറുതെ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തിനാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കുള്ള നേട്ടം എന്താണ്. ഇപ്പോൾ ക്യാഷൊന്നും കിട്ടുന്നില്ലല്ലോ, ഇനി കിട്ടുന്നും ഉറപ്പില്ല, എന്നാലും ഞാനിതിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആൻസർ കൂടി ആവുമല്ലോ. എൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയ ആൾക്കാരൊക്കെ കാണുന്നവരെന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.